ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളെ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ബേസിക് ടൂളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ മൈക്ക് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഉത്തരം പറയുക. നമുക്കറിയാം, നമ്മുടെ സിലബസിൽ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു ടൂളാണ് സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്ന ടൂൾ. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു സ്ട്രെയിറ്റ് എഡ്ജ് അല്ല, സ്ട്രെയിറ്റ് എഡ്ജ് പോലെയുള്ള ഒരു ടൂളാണ് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ചുമരൊക്കെ എന്താ പറയുക, പ്ലാസ്റ്റർ ചെയ്യുക, തേച്ച് കഴിഞ്ഞാൽ ലെവൽ ചെയ്യാനൊക്കെ വേണ്ടി സ്ട്രെയിറ്റ് എഡ്ജ് പോലെയുള്ള ഇതേപോലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പൊ ഈ സ്ട്രെയിറ്റ് എഡ്ജ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന സ്ട്രെയിറ്റ് എഡ്ജ് അല്ലാട്ടോ ചോദിച്ചിരിക്കുന്നത്. സ്ട്രെയിറ്റ് എഡ്ജ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാസ്റ്റേണും സ്റ്റീലും. കാസ്റ്റേണും സ്റ്റീലും. യെസ്, ബോത്ത് എ ആൻഡ് ബി ആണല്ലേ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം വരുന്നത്. സ്ട്രെയിറ്റ് എഡ്ജുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ സ്ട്രെയിറ്റ് എഡ്ജുകൾ കാസ്റ്റൈൻ കൊണ്ട് നിർമ്മിച്ച് കാണാറുണ്ട്, സ്റ്റീല് കൊണ്ട് നിർമ്മിച്ച് കാണാറുണ്ട്. ഉത്തരം ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് എഡ്ജുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ബി, കാസ്റ്റൈനും സ്റ്റീലും കൊണ്ടുമാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. സ്ട്രെയിറ്റ് എഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് എഡ്ജുകൾ ഉപയോഗിക്കുന്നത് വളരെ കൃത്യമാണ്. സ്ക്രീനിൽ വായിച്ചു നോക്കി. ഫോർ ടെസ്റ്റിംഗ് സ്ട്രെയിറ്റ്നെസ്, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ്നെസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതേപോലെ വളരെ എന്താ പറയുക, ലെങ്ത്തിലായിട്ടുള്ള വളരെ നീളം കൂടിയ ലൈനുകളൊക്കെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഒരു റെഫറൻസ് ആയിട്ട് ഈ സ്ട്രെയിറ്റ് എഡ്ജുകളൊക്കെ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. സ്ട്രെയിറ്റ് എഡ്ജ് മെയ്ഡ് ഓഫ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റൈൻ. സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച് കാണാറുണ്ട്, കാസ്റ്റൈൻ കൊണ്ടും എന്ത് നിർമ്മിച്ച് കാണാറുണ്ട്, സ്ട്രെയിറ്റ് എഡ്ജുകൾ നിർമ്മിച്ച് കാണാറുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകൾ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകൾ. Thus are usually available up to 2 meter in length. 2 meter ആണ് സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകളുടെ സ്റ്റാൻഡേർഡ് ലെങ്ത് പറയുന്നത്. സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകളുടെ സ്റ്റാൻഡേർഡ് ലെങ്ത് പറയുന്നത് എത്രയാണ്, 2 മീറ്റർ ലെങ്ത് ആണ്. അതേപോലെ തന്നെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനുമാണ് ഉണ്ടാവുക. അതായത് സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകൾക്ക് ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനും ആയിരിക്കും ഉണ്ടാവുക. ഈ സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകൾക്ക് ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകളുടെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ലെങ്തുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന സ്ട്രെയിറ്റ് എഡ്ജിനെയാണ് നമ്മൾ കാസ്റ്റൈൻ സ്ട്രെയിറ്റ് എഡ്ജുകൾ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന സ്ട്രെയിറ്റ് എഡ്ജുകളെ കാസ്റ്റൈൻ സ്ട്രെയിറ്റ് എഡ്ജുകൾ എന്നാണ് പറയുക. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ഉത്തരം പറയുന്നത് 3 മീറ്റർ ലെങ്ത്. 3 മീറ്റർ ലെങ്ത് ആണ് അല്ലെ. കാസ്റ്റൈൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് എഡ്ജുകൾ സാധാരണഗതിയിൽ 3 മീറ്റർ ലെങ്ത്തിലാണ് അവൈലബിൾ ആവുന്നത്. സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്ന സ്ട്രെയിറ്റ് എഡ്ജുകൾ ആണെങ്കിൽ അത് 2 മീറ്റർ ലെങ്ത്തിലുമാണ് അവൈലബിൾ ആവുന്നത്. അപ്പൊ പരീക്ഷയെ കൃത്യമായിട്ട് എടുത്ത് ചോദിക്കും, കാസ്റ്റൈൻ സ്ട്രെയിറ്റ് എഡ്ജുകളുടെ സ്റ്റാൻഡേർഡ് ലെങ്ത് 3 മീറ്റർ ലെങ്ത്തും അതേപോലെ സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകളുടെ സ്റ്റാൻഡേർഡ് ലെങ്ത് 2 മീറ്റർ ലെങ്ത്തുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, മൈക്ക് ആവശ്യമില്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയത് അവിടെ വായിച്ചു നോക്കിയ കാസ്റ്റൈൻ സ്ട്രെയിറ്റ് എഡ്ജുകൾ സാധാരണ ക്ലോസ് ഗ്രൈൻഡ് ഗ്രേ കാസ്റ്റൈൻ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ക്ലോസ് ഗ്രൈൻഡ് ഗ്രേ കാസ്റ്റൈൻ, അതായത് ക്ലോസ് ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ക്ലോസ് ഗ്രൈൻഡ് ആയിട്ടുള്ള ഗ്രേ കാസ്റ്റൈൻ കൊണ്ടാണ് കാസ്റ്റൈൻ സ്ട്രെയിറ്റ് എഡ്ജുകൾ നിർമ്മിക്കുന്നത്. ആൻഡ് ക്യാൻ ബി കൺസിഡർ ആസ് ദ നാരോ സർഫസ് പ്ലേറ്റ്. ഒരു ചെറിയ സർഫസ് പ്ലേറ്റ് പോലെയും നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ്. ചെറിയൊരു സർഫസ് പ്ലേറ്റ് പോലെയും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സർഫസ് പ്ലേറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു മാർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു റെഫറൻസ് ഒക്കെ ആയിട്ട് നമുക്ക് സർഫസ് പ്ലേറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, കാസ്റ്റൈൻ സ്ട്രെയിറ്റ് എഡ്ജിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് ചോദിച്ചാൽ അത് 3 മീറ്റർ ലെങ്തുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. 3 മീറ്റർ ലെങ്തുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചോളൂ, ഉത്തരം പറയട്ടെ. ബ്രിട്ടീഷ് ആണോ? മാർക്ക് വിത്ത് ഫ്രാക്ഷണൽ സൈസ് ബ്രിട്ടീഷ് ആണോ? സി ആണ് വരിക, യൂണിഫൈഡ് സ്റ്റാൻഡേർഡ്. യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം ആണ് ഉത്തരം വരുന്നത് അല്ലെ. സ്പാനറുകളുടെ സൈസ് ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി നോക്കാൻ വെയിറ്റ് ചെയ്യുക. സ്പാനറുകളുടെ സൈസ് നമ്മൾ 4 തരത്തിൽ പറയാറുണ്ട്. പ്രധാനമായിട്ടും 3 രീതിയിലാണ് പറയാറുള്ളത്. നമ്മൾ മെട്രിക് സിസ്റ്റത്തിലാണെങ്കിൽ സൈസ് അക്രോസ് ദ ജോ ഓപ്പണിംഗ് എന്നാ പറയുക. സൈസ് അക്രോസ് ദ ജോ ഓപ്പണിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ചിത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോ ഓപ്പണിംഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈസ് അക്രോസ് ദ ജോ ഓപ്പണിംഗ് വെച്ചിട്ടാണ് നമ്മൾ മെട്രിക് സിസ്റ്റത്തില് എന്തിനെ സ്പെസിഫൈ ചെയ്യുന്നത്, നമ്മുടെ സ്പാനറുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സ്പാനറുകളുടെ സൈസ് പറയുന്നത് മെട്രിക് സിസ്റ്റത്തിലാണെങ്കിൽ ജോ ഓപ്പണിംഗിന്റെ ഇടയിലുള്ള അകലം വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ അത് എങ്ങനെയാണ് പറയുന്നത്? ബ്രിട്ടീഷ് സിസ്റ്റത്തിലാണെങ്കിൽ നോമിനൽ സൈസ് ഓഫ് ദ ബോൾട്ട് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ സ്പാനർ എന്നാണ്. അപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മളൊരു ബോൾട്ടിന്റെ സൈസ് അല്ലെങ്കിൽ ഒരു സ്പാനറിന്റെ സൈസ് പറയുകയാണെങ്കിൽ, ബോൾട്ടല്ല ഒരു സ്പാനറിന്റെ സൈസ് പറയുകയാണെങ്കിൽ അത് ആ ബോൾട്ടിന്റെ നോമിനൽ ഡയമീറ്റർ വെച്ചിട്ടായിരിക്കും ആ ഒരു സ്പാനറിന്റെ സൈസ് പറയുന്നുണ്ടാവുക. ഇനി യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം, US സിസ്റ്റം എന്ന് പറയും. യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റം ആണെങ്കിൽ ഡിസ്റ്റൻസ് അക്രോസ് ദ ഫ്ലാറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡിസ്റ്റൻസ് അക്രോസ് ദ ഫ്ലാറ്റ്. ഈ മെട്രിക്കും യൂണിഫൈഡ് ആയിട്ടുള്ള വ്യത്യാസം എന്താ?
മെട്രിക്കും യൂണിഫൈഡ് ആയിട്ടുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞേ? വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. മെട്രിക്കും യൂണിഫൈഡും രണ്ടും ഡിസ്റ്റൻസ് അക്രോസ് ദ ഫ്ലാറ്റ് വെച്ചിട്ടാണ് തന്നെയാണ് പറയുക. സ്പാനറിന്റെ ഡിസ്റ്റൻസ് അക്രോസ് ദ ഫ്ലാറ്റ് വെച്ചിട്ട് തന്നെയാണ് പറയുക. പക്ഷെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞേ? ഫ്രാക്ഷണൽ സൈസ്. ഫ്രാക്ഷണൽ സൈസ്. എന്താ സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? 1/2, 1/3 യെസ്. ചില സ്പാനറുകൾ അങ്ങനെയാണ് 3/4, 8/9 അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈസുകളായിരിക്കും. അതായത് 10, 12, 13, 14, 15, 16, 17, 18, 19 അങ്ങനെ ആവില്ല. അതൊക്കെ മെട്രിക് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. എന്നാൽ യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ എങ്ങനെയാ ഉണ്ടാവുക? ഫ്രാക്ഷണൽ സൈസ് വെച്ചിട്ടാ പറയുക. ഇപ്പൊ നേരത്തെ കണ്ട പോലെ 3/4 അല്ലെങ്കിൽ 4/6 അല്ലെങ്കിൽ 6/8 ഇങ്ങനെയൊക്കെ ആയിരിക്കും സൈസ് പറയുക. അപ്പൊ ഫ്രാക്ഷണൽ സൈസ് വെച്ചിട്ടാണ് നമ്മൾ സ്പാനറുകളുടെ സൈസ് പറയുന്നുണ്ടെങ്കിൽ അത് യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് സിസ്റ്റവും ജോ ഓപ്പണിംഗിനിടയിലുള്ള അകലം MM പറയുകയാണെങ്കിൽ അത് മെട്രിക് സിസ്റ്റവും ബ്രിട്ടീഷ് സിസ്റ്റത്തിലാണെങ്കിൽ അത് ഈ ബോൾട്ടിന്റെ നോമിനൽ ഡയമീറ്റർ വെച്ചിട്ടുമാണ് സ്പാനറുകളുടെ സൈസ് പറയാറുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയണേ. ഓക്കെ. അപ്പൊ ഫ്രാക്ഷണൽ സൈസ് ആണെങ്കിൽ എന്താ? യൂണിഫൈഡ് സിസ്റ്റം. സ്പാനേഴ്സ് മാർക്ക് വിത്ത് ഫ്രാക്ഷണൽ സൈസ് അക്രോസ് ദ ഫ്ലാറ്റിന് പകരം MM അക്രോസ് ദ ഫ്ലാറ്റ്, മില്ലിമീറ്റർ അക്രോസ് ദ ഫ്ലാറ്റ് ആണെങ്കിൽ എന്തായി? മെട്രിക് സിസ്റ്റം. മെട്രിക് സിസ്റ്റം ആണ്. ബ്രിട്ടീഷ് സിസ്റ്റം ആണെങ്കിൽ എന്താ? നോമിനൽ ഡയമീറ്റർ വരും ബോൾട്ടിന്റെ. ഓപ്ഷൻ ബി അല്ലേ? വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ വായിച്ച കൃത്യമല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ ആണ്. ഓക്കെ, സിമ്പിൾ കാര്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്പാനറിന്റെ സൈസ് സ്പെസിഫൈ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ എല്ലാവർക്കും പറയുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഓപ്ഷൻ ബി ആണ്, ക്രോം വനേഡിയം സ്റ്റീൽ. ഓപ്ഷൻ ബി സംശയമില്ല. എന്താ? ക്രോം വനേഡിയം സ്റ്റീൽ, ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഡ്രോപ്പ് ഫോർജിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ടാണ് സ്പാനറുകൾ നിർമ്മിച്ചതായിട്ട് പറയുന്നത്. ഓക്കെ, ഡ്രോപ്പ് ഫോർജിംഗ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്ന ഓപ്പറേഷൻ ആണ്. അപ്പൊ ഡ്രോപ്പ് ഫോർജ്ഡ് അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ ഡ്രോപ്പ് ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ എന്നൊക്കെയാണ് കൃത്യമായിട്ട് ബുക്കിൽ പറഞ്ഞത്. അപ്പൊ ക്രോം വനേഡിയം സ്റ്റീൽ ആണ് സ്പാനേഴ്സിന്റെ മെറ്റീരിയൽ ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, റിംഗ് സ്പാനർ ആണ് വരിക. റിംഗ് സ്പാനർ ആണ് വരിക അല്ലെ? നമ്മൾ പഠിച്ചത് വെച്ച് റിംഗ് സ്പാനർ ആണ്. എന്താണ് ഈ ക്രിട്ടിക്കൽ ടൈറ്റനിങ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? സാധാരണ ഒരു ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിച്ചാൽ അതിന്റെ ഒരു പോരായ്മ എന്തായി? ഡബിൾ എൻഡ് സ്പാനറിന്റെ സ്ലിപ്പ് ആവാനുള്ള ചാൻസ്, സ്ലിപ്പ് ആവാനുള്ള സാധ്യത, അതായത് ഗ്രിപ്പ് കുറവായിരിക്കും അല്ലെ? അതെ അതെ. ഇതിന് നോക്കിയാൽ കംപ്ലീറ്റ് ഒരു സർക്കുലർ ഷേപ്പിലും ഗ്രിപ്പാണുള്ളത്. നമ്മുടെ സോക്കറ്റ് സ്പാനറുകൾക്കും ഇതേപോലെ സർക്കുലർ ഷേപ്പിൽ എന്തുണ്ട്? ടീത്തുകൾ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇല്ലേ? ഇല്ലേ? അതെ അതെ. യെസ്. അപ്പോ നമ്മുടെ സത്യത്തിൽ സോക്കറ്റ് സ്പാനർ ആണെങ്കിലും റിംഗ് സ്പാനർ ആണെങ്കിലും ഒക്കെ ഈ ക്രിട്ടിക്കൽ ടൈറ്റനിങ് എന്ന് പറയുന്നത് കൂടുതൽ നല്ല ടോർക്കിൽ ടൈറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മുടെ ഈ റിംഗ് സ്പാനറും സോക്കറ്റ് സ്പാനറും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ ടൈറ്റനിങ് എന്നായതുകൊണ്ടും അതിന്റെ ITI ബുക്കുകളിൽ, നിമി ബുക്കിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് റിംഗ് സ്പാനർ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ടൈറ്റനിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സ്പാനർ റിംഗ് സ്പാനർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ടോർക്ക് വെഞ്ചിന് ഉപയോഗം എന്തായിരുന്നു? ക്രിട്ടിക്കൽ ടൈറ്റനിങ് ആണോ? ടോർക്ക് വെഞ്ച് ഉപയോഗിക്കുന്നത് റെക്കമെൻഡ് ടോർക്കിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടി. റെക്കമെൻഡ് ടോർക്ക്, അത്രേ ഉള്ളൂ. റെക്കമെൻഡ് ടോർക്ക്, കമ്പനി പറയുന്ന ടോർക്കില് നട്ടുകളും ബോൾട്ടുകളും ടൈറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന റഞ്ചാണ് ടോർക്ക് റഞ്ച്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. റിംഗ് സ്പാനറിന്റെ ബുക്കിൽ പറയുന്നത് ബോക്സ് സ്പാനർ എന്നാണ്, മറ്റേതിന് സോക്കറ്റ് എന്നാട്ടോ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബോക്സ് സ്പാനർ എന്ന് പറയുന്നതിന് അർത്ഥത്തിൽ ബുക്കിൽ പറയുന്നത് സോക്കറ്റ് സ്പാനർ എന്നാണ്. അപ്പൊ റിംഗ് സ്പാനർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ബോക്സ് സ്പാനർ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്തരം സ്പാനറുകൾക്ക് മൾട്ടി കോൺടാക്ട് ഓൺ നെറ്റ് ഓർ ബോൾട്ട് എന്ന് പറയുന്നത്. കൂടുതൽ കോൺടാക്ട് നട്ടിന്റെയും ബോൾട്ടിന്റെയും മുകളിലുണ്ട്. ആസ് ഇറ്റ് ഗ്രിപ്പ് ആൾ ദ സൈഡ്സ് ഇറ്റ് ഡസ് നോട്ട് സ്ലിപ്പ് ആൻഡ് അവോയ്ഡ് ദ ഡാമേജ് ടു ദ ഹെഡ് ഓഫ് നട്ട് ആൻഡ് ബോൾട്ട്. അതായത് ഇത് സ്ലിപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ അതിന് കോൺടാക്റ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. They are used for critical tightening and loosening of nut and bolt. ക്രിട്ടിക്കൽ ടൈറ്റനിങ്ങിനും വളരെ ടൈറ്റ് ആയിരിക്കുന്ന നട്ടുകളും ബോൾട്ടുകളും ലൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റിംഗ് സ്പാനറുകൾ അല്ലെങ്കിൽ ബോക്സ് സ്പാനറുകൾ ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. 10 times of സംശയമില്ല അല്ലെ? സ്പാനറുകളുടെ ഈ ഒരു ജോയുടെ വീതി, ജോയുടെ ഇടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ജോയ്ക്കിടയിലുള്ള വീതി എത്രയാണോ അതിന്റെ 10 ഇരട്ടി ആയിരിക്കും സ്പാനറിന്റെ മൊത്തം നീളം സാധാരണ കൊടുക്കാറുള്ളത്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആവുന്ന ഏതാണ്ട് 10 ഇരട്ടി, 10 times ഓഫ് ദ വിഡ്ത്ത് ഓഫ് ജോയ് ആണ് സാധാരണഗതിയിൽ സ്പാനറിന്റെ ഓവറോൾ ലെങ്ത് ആയിട്ട് കൊടുക്കാറുള്ളത്. ഈ സ്പാനറിന്റെ ആക്സിസ് അഥവാ സ്പാനറിന്റെ സെൻട്രൽ ലൈനിൽ നിന്നും കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഈ ജോകൾ കൊടുക്കുന്നത്. എത്ര ഡിഗ്രി ആംഗിളിലാണ് ഓഫ്സെറ്റ് കൊടുത്തിട്ടുണ്ടാവുക? 15. യെസ്, 15 ഡിഗ്രി ചെരിവ്, 15 ഡിഗ്രി ഓഫ്സെറ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു
ജോ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടാവുക. സ്പാനറിന്റെ ആക്സിസിന് ഏകദേശം 15 ഡിഗ്രി ഓഫ്സെറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടാവുക. സ്പാനറിന്റെ ജോ ഓപ്പണിംഗിന്റെ 10 ഇരട്ടിയാണ് സ്പാനറിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. സൈസ് ഓഫ് ദ സ്പാനർ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡിസ്റ്റൻസ് അക്രോസ് ദ ഫ്ലാറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെട്രിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമ്മൾ അങ്ങനെ പറയുകയാണ്. സ്പാനറുകളുടെ സൈസ് നമ്മൾ നിർണ്ണയിക്കുന്നത് ഡിസ്റ്റൻസ് അക്രോസ് ദ ഫ്ലാറ്റ് വെച്ചിട്ടാണ്. ലെങ്ത് ഓഫ് സ്പാനർ എന്ന് പറയുന്നത് സ്പാനേഴ്സ് ഹാവ് എ ലെങ്ത് ദാറ്റ് ഈസ് അബൌട്ട് 10 ടൈംസ് ഓഫ് വിഡ്ത്ത് ഓഫ് ജോ. ഈ ജോയുടെ ഇടയിലുള്ള വീതിയുടെ ഏതാണ്ട് 10 ഇരട്ടി ഉണ്ടാവും എന്ത് സ്പാനറിന്റെ നീളം എന്ന് പറയുന്നത്. ഈ സ്പാനറിന്റെ ആക്സിസിന്റെ ഏകദേശം 15 ഡിഗ്രി ചെരിവിലാണ് ഡബിൾ എൻഡ് സ്പാനറിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവുക, നമ്മളുടെ ജോ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടാവുക. പറഞ്ഞേ, സിമ്പിൾ ഓപ്ഷൻ ബി. സി സ്പാനർ. സി സ്പാനർ അല്ലെ, ഓപ്ഷൻ സി. സി സ്പാനർ. ചിത്രം ഉണ്ടാവില്ല അവിടെ, പരീക്ഷയ്ക്ക് ചിത്രം ഉണ്ടാവില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ ചിത്രം നോക്കി ഉത്തരം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹുക്ക് സ്പാനർ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സി സ്പാനറുകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ്. അതേപോലെ സ്ലോട്ടുകൾ കൊടുത്തിട്ടുള്ള നട്ടുകളും സ്ലോട്ടുകൾ ഈ ഹെഡിൽ ഇതേപോലെ സ്ലോട്ടുകൾ കൊടുത്തിട്ടുള്ള നട്ടുകളും ബോൾട്ടുകളും ഒക്കെ ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സ്പാനറാണ് സി സ്പാനർ എന്നറിയപ്പെടുന്ന ഈ ചിത്രത്തിൽ കാണുന്ന സ്പാനർ. അതാണ് എഴുതിയിട്ടുള്ളത്. സി സ്പാനേഴ്സ് ആർ യൂസ്ഡ് ഫോർ ടൈറ്റനിങ് ആൻഡ് ലൂസനിങ് നട്ട് ഓർ ബോൾട്ട് ഹെഡ് വിത്ത് നോച്ച് ഓൺ ഇറ്റ്സ് ഹെഡ്. അതായത് ഈ ഹെഡിൽ ഇതേപോലെ നോച്ചുകൾ കൊടുത്തിട്ടുള്ള നട്ടുകളും ബോൾട്ടുകളും ഒക്കെ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി സ്പാനർ എന്ന് പറയുന്ന ഈ ഒരു സ്പാനർ ഉപയോഗിക്കുന്നത്. ഈ സി സ്പാനറുകൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഹുക്ക് സ്പാനർ. ഹുക്ക് സ്പാനേഴ്സ് ആർ ആൾസോ കാൾഡ് സി സ്പാനർ, സി സ്പാനേഴ്സ് ആർ ആൾസോ കാൾഡ് ഹുക്ക് സ്പാനേഴ്സ്. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ചിത്രം ഉണ്ടാവില്ല. ഓപ്ഷൻ സി സ്പിന്നർ ഹാൻഡിൽ. സ്പിന്നർ ഹാൻഡിൽ അല്ലെ. എന്താണ് സ്പിന്നർ ഹാൻഡിൽ? സ്ക്രൂ ഡ്രൈവർ ലൈക്ക്ഡ് ഹാൻഡിൽ ടു ഡ്രൈവ് സോക്കറ്റ് സ്പാനർ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് സോക്കറ്റ് സ്പാനറുകൾ അല്ലെ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് സോക്കറ്റ് സ്പാനറുകൾ. ഈ സോക്കറ്റ് സ്പാനറിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സോക്കറ്റ് ഡ്രൈവ് മെക്കാനിസം അല്ലെങ്കിൽ സോക്കറ്റ് ലിവറുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പി ഹാൻഡില്, അതേപോലെ തന്നെ ടി ഫ്ലക്സ് ഹാൻഡില്, അതേപോലെ ടോർക്ക് റഞ്ച്, സ്ലൈഡിംഗ് ഹാൻഡിൽ, അങ്ങനെയുള്ള ഒരുപാട് ഹാൻഡിലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാൻഡിലാണ് സ്പിന്നർ ഹാൻഡിൽ അല്ലെ. സ്പിന്നർ ഹാൻഡിലിന്റെ പ്രത്യേകത പറഞ്ഞത് ഒരു സ്ക്രൂ ഡ്രൈവർ പോലെയാണ് ഉണ്ടാവുക. ഈ സോക്കറ്റ് ഇവിടെ നമ്മൾ ഘടിപ്പിച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. കൂടുതൽ ടോർക്കും കാര്യങ്ങളും, അതായത് കൂടുതലായിട്ട് ഭയങ്കരമായി ടൈറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു സ്ക്രൂ ഡ്രൈവറിന്റെ കൂടെ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറിനെ പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോക്കറ്റ് സ്പാനർ ഡ്രൈവ് മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിന്നർ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇത് സാധാ സോക്കറ്റ് അല്ലെ. അപ്പൊ എന്താണ് ഈ സ്വീൽ സോക്കറ്റ്? ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയില്ല. എന്താണ് ഈ സ്വീൽ സോക്കറ്റ്? പഠിപ്പിച്ചില്ല. സ്വീൽ നമുക്ക് ആംഗിളിൽ ടൈറ്റ് ചെയ്യാൻ പറ്റും. യെസ്, അതായത് എങ്ങോട്ടെങ്കിലും ചെരിച്ച് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാൻ പറ്റും. ആംഗിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ച് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വീൽ സോക്കറ്റ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ ഇപ്പൊ കാണുന്നത് സ്പിന്നർ ഹാൻഡിൽ. ഒരു സ്ക്രൂ ഡ്രൈവർ ലൈക്ക്ഡ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവറിന്റെ പോലെ ഉള്ള ഒരു ഹാൻഡിലാണ് സ്പിന്നർ ഹാൻഡിലിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. സ്ക്രൂ ഡ്രൈവറിനെ പോലെ ഉപയോഗിക്കുവാൻ സാധിക്കും. ഓപ്ഷൻ സി. സംശയമില്ല അല്ലെ. സ്പാനറിന്റെയും അല്ലങ്കിയുടെയും ഒക്കെ മെറ്റീരിയൽ ഒന്ന് തന്നെയാണ്. എന്താ, ക്രോം വനേഡിയം സ്റ്റീൽ ആണ്. അല്ലങ്കിയുടെയും അതേപോലെ തന്നെ സ്പാനറുകളുടെയും എല്ലാ മെറ്റീരിയൽ സെയിം സാധനം തന്നെയാണ്. എന്താ, ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ടാണ് അല്ലൻ കീകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലെങ്കിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ടൈറ്റൻ ഓർ ലൂസൺ സ്ക്രൂസ് ഹാവിംഗ് ഇന്റേണൽ എക്സ്റ്റേണൽ സോക്കറ്റ്, ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്ന ഇന്റേണൽ എക്സ്റ്റേണൽ സോക്കറ്റ്, ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള സ്ക്രൂകൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലൻ കീകൾ ഉപയോഗിക്കുന്നത്. ഈ സ്ക്രൂകളെയാണ് അല്ലൻ സ്ക്രൂസ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഹെക്സഗൺ സോക്കറ്റ്, പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുക. ഇന്റേണൽ ഹെക്സഗൺ സോക്കറ്റ് ഉള്ള സ്ക്രൂകളെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റേണൽ ഹെക്സഗൺ സോക്കറ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ ഹെക്സഗൺ ഷേപ്പിൽ കുഴിഞ്ഞിരിക്കുന്ന സോക്കറ്റിലെ ഇന്റേണൽ ഹെക്സഗൺ സോക്കറ്റ് ഉള്ള സ്ക്രൂകളെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരാണ് അല്ലൻ കീ. ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. എന്താണെന്ന് വായിച്ചു നോക്കിയത്? ഈ പോയിന്റ് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആദ്യത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. രണ്ടൊന്ന് വായിച്ചോളൂ. ആദ്യം രണ്ടാമത്തെ പോയിന്റ് വായിച്ചു നോക്കി. അല്ലങ്കിയുടെ സൈസ് എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഹെക്സഗണിന്റെ ഷേപ്പിൽ ഇങ്ങനെ ഈ ഒരു ഭാഗം എടുത്തിട്ടാണ് അല്ലങ്കിയുടെ ഷേപ്പ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ സൈസ് സാധാരണഗതിയിൽ പറയുന്നത്. ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അതായത് അതാണ് എഴുതിയിട്ടുള്ളത്. ദ സൈസ് ഓഫ് ആൻ അല്ലങ്കി ഈസ് ഐഡന്റിഫൈ ബൈ എന്ന് ചോദിച്ചാൽ ദ സൈസ് അക്രോസ് ദ ഫ്ലാറ്റ് ഓഫ് ഹെക്സഗൺ. ഹെക്സഗന്റെ ഇതിന് അക്രോസ് ആയിട്ടുള്ള ഈ ഒരു അളവാണ് നമ്മൾ അല്ലങ്കിയുടെ സൈസ് ആയിട്ട് പറയാറുള്ളത്.
ഹെക്സഗണൽ ക്രോസ് സെക്ഷനിലാവും ഉണ്ടാവുക. ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ടാവും നിർമ്മിച്ചിട്ടുണ്ടാവുക. അല്ലൻ കീകൾ നിർമ്മിച്ചിരിക്കുന്നത് ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ട് ഹെക്സഗണൽ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള ബാർ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഒരു എൽ ഷേപ്പാണ് ഈ അല്ലൻ കീകൾക്കുള്ളത് എന്നും ഈ അല്ലൻ കീയുടെ സൈസ് പറഞ്ഞത് സൈസ് അക്രോസ് ദ ഫ്ലാറ്റ് ഓഫ് ഹെക്സഗൺ എന്നാണ് പറയുന്നത്. സൈസ് അക്രോസ് ദ ഫ്ലാറ്റ് ഓഫ് ഹെക്സഗൺ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എന്താ? റാച്ചറ്റ് ഹാൻഡിലാണ്. റാച്ചറ്റ് ഹാൻഡിലാണ്. അത് എന്താണ് ഈ റാച്ചറ്റ് ഹാൻഡിലിന്റെ പ്രത്യേകത? വളരെ കൃത്യമാണ്. നോക്കി, ഇതിനകത്തേക്ക് നമ്മളൊരു സാധാരണ സ്പാനർ ആണ് ഇട്ട് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. പിന്നീട് സ്പാനർ നമ്മൾ അവിടുന്ന് ഊരിയെടുത്ത് വീണ്ടും ഇടണം, വീണ്ടും ഇതുവരെ വരും, വീണ്ടും ഇടണം. അങ്ങനെ സെപ്പറേറ്റ് ആയത് ഓരോ റൊട്ടേഷനും വീണ്ടും അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ സ്പാനർ ഉപയോഗിക്കേണ്ടി വരും അല്ലെ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഹാൻഡിലിനെയാണ് റാച്ചറ്റ് ഹാൻഡിൽ എന്ന് പറയുന്നത്. എന്താ ഗുണം? എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. എന്താ ഗുണം? റാച്ചറ്റ് ഹാൻഡിൽ ഉപയോഗം എന്താ? ഒരു സൈഡിലേക്ക് ഫ്രീ ആയിട്ട് പോകും, ഒരു സൈഡിലേക്ക് ആക്ഷൻ ഉണ്ടാവും അല്ലെ. പഠിച്ച കാര്യമല്ലേ, ചെയ്ത കാര്യമല്ലേ? അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ മുകളിൽ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ഇതിന്റെ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ്. ഈ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിയിടുന്നതിനനുസരിച്ച് ഈ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിയിടുന്നതിനനുസരിച്ച് ഒരു സൈഡിലേക്ക് ടൈറ്റ് ആവും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ തിരിച്ചാൽ അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. Ratchets are used with socket spanners and are convenient for tightening or loosening bolt in position where a complete revolution of a wrench hand is impossible. അതായത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ സാധ്യമല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ചിങ്ങോട്ട് തിരിക്കും, വീണ്ടും ബാക്കിലേക്ക് കൊണ്ടുപോകും, വീണ്ടും എടുക്കും, വീണ്ടും ബാക്കിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ സോക്കറ്റ് ഇവിടുന്ന് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സൈഡിലേക്ക് മാത്രമേ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അത് ഫ്രീ ആയിട്ടാണ് പോകുന്നുണ്ടാവുക. ഇതിന്റെ ഉപയോഗമാണ് പറഞ്ഞത് ലിമിറ്റഡ് സ്വിംഗ്, കുറച്ച് മാത്രം സ്വിംഗ് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് മാത്രമേ സ്വിംഗ് നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത്ര സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതാണ്? റാച്ചറ്റ് ഹാൻഡിലുകളാണ്. ഓപ്ഷൻ എ റാച്ചറ്റ് ഹാൻഡിലുകളാണ്. ക്ലിയർ ആണെന്ന പ്രതീക്ഷിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഏറ്റവും പെട്ടെന്ന് നട്ടുകളെയും ബോൾട്ടുകളെയും ഒക്കെ ടൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാൻഡിലാണ് സ്പീഡ് ഹാൻഡിൽ. ഒരു ക്രാങ്ക് മെക്കാനിസം പോലെ വർക്ക് ചെയ്യാന്ന് നമുക്ക് പറയാം. നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വളരെ വലിയ വേഗതയിൽ ഈ സോക്കറ്റ് റൊട്ടേറ്റ് ആവുകയും വളരെ സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് വിത്ത് സോക്കറ്റ് ഫോർ ഫാസ്റ്റ് റിമൂവൽ ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് നട്ട് ഓർ ബോൾട്ട്. നട്ടുകളെയും ബോൾട്ടുകളെയും ഒക്കെ ഫാസ്റ്റ് റിമൂവൽ ആൻഡ് റീഫിക്സിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഹാൻഡിലാണ് സോക്കറ്റ് സ്പീഡ് ഹാൻഡിൽ. ഇതിന്റെ ഗുണം എന്താ? അതിനാ ടിപ്പ് നോക്കിയേ, ടിപ്പിലാണ് ഇതിന്റെ പ്രത്യേകത. ആംഗിൾ അല്ലെ, അതിനൊരു എന്താ പറയാ, ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒക്കെ ചെറിയ രീതിയിൽ ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങോട്ടോ ചെറിയ രീതിയിൽ ഇതേപോലെ 90 ഡിഗ്രിയിൽ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ എങ്ങനെ വെക്കാം. എങ്ങനെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. സോക്കറ്റ് ഹാൻഡിൽ, ഏത് സോക്കറ്റ് ഹാൻഡിലാണ് വ്യത്യസ്ത ആംഗിളുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ ഏത് സോക്കറ്റ് ഹാൻഡിലാണ് വ്യത്യസ്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരിക്കാൻ പറ്റുന്നത്? സോക്കറ്റ് ഫ്ലക്സ് ഹാൻഡിലുകളിലാണ് വ്യത്യസ്ത രീതിയിൽ തിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാ? സ്ലൈഡിംഗ് ടീ ഹാൻഡ്. എന്താ പ്രത്യേകത? നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ലിവറേജ് ഉള്ളത്. അതായത് ഇപ്പോ സോക്കറ്റ് ഫ്ലക്സ് ഹാൻഡിലുകൾക്കും നല്ല രീതിയിൽ ലിവറേജ് ഒക്കെ ചെയ്യുന്നെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ലിവറേജ് ഉള്ള സോക്കറ്റ് ഹാൻഡിൽ ഏതാണെന്ന് ചോദിച്ചാൽ സ്ലൈഡിംഗ് ടീ ഹാൻഡിലാണ് ഏറ്റവും കൂടുതൽ ലിവറേജ് ഉള്ളതായിട്ട് പറയുന്നത്. എന്താ പ്രത്യേകത? സാധാ സോക്കറ്റ് സ്പാനർ ആണെങ്കിലും പറ്റും, എങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ബോർ യൂസ് ടു ഡ്രൈവ് നട്ട് ഓർ ബോൾട്ടിന്റെ ബോർ എന്ന് പറഞ്ഞ ഒരു കുഴിയുടെ അകത്തിരിക്കുന്ന നട്ടുകളോ ബോൾട്ടുകളോ ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോക്കറ്റ് സ്പാനറുകൾ ഉപയോഗിക്കാം. എങ്കിൽ പോലും കൃത്യമായിട്ട് പറയുന്നത് ഏതാണ്? ട്യൂബുലാർ സ്പാനറുകൾ. അപ്പൊ ട്യൂബുലാർ സ്പാനറിന്റെ ഉപയോഗം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് എന്താ? ഡ്രൈവ് നട്ട് ആൻഡ് ബോൾട്ടിന്റെ ബോർ, ഒരു കുഴിയുടെ അകത്തിരിക്കുന്ന നട്ടുകളെയും ബോൾട്ടുകളെയും ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ട്യൂബുലാർ സ്പാനറുകൾ ഉപയോഗിക്കുന്നത്. പരീക്ഷയ്ക്ക് ഒരു വട്ടം ചോദിച്ചിട്ടുള്ളത് ടോമി ബാർ. എന്താ ഈ ടോമി ബാർ? ഈ സാധനമാണ് ടോമി ബാർ. ഈ ട്യൂബുലാർ സ്പാനറിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ഭാഗത്തിനാണ് ടോമി ബാർ എന്ന് പറയുന്നത്. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ടോമി ബാർ ഇസ് എ പാർട്ട് ഓഫ്. ടോമി ബാർ എന്ന് പറഞ്ഞത് എന്തിന്റെ പാർട്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഏതായിരുന്നു? ട്യൂബുലാർ സ്പാനർ ആയിരുന്നു ഉത്തരം വരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അഡ്ജസ്റ്റബിൾ സ്പാനർ എല്ലാവർക്കും അറിയാം. ഈ ജോ ഓപ്പണിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്ന സ്പാനറുകളെയാണ് അഡ്ജസ്റ്റബിൾ സ്പാനർ എന്ന് പറയുന്നത്. ഈ ജോ ഓപ്പണിംഗിന്റെ സൈസ് അല്ല പറയുന്നത്, സ്പാനറിന്റെ മൊത്തം ലെങ്ത് ആണ് പറയുന്നത്. 100 mm മുതൽ 760 mm വരെ, 100 mm മുതൽ 760 mm വരെയുള്ള അഡ്ജസ്റ്റബിൾ സ്പാനറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ സൈസ് റേഞ്ച് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഒരു എയർ ഇമ്പാക്ട് റഞ്ച് ആണ്. ഇതൊരു എന്ത് ടൂളാണ്? ന്യൂമാറ്റിക് ടൂൾ ആണല്ലേ. ന്യൂമാറ്റിക് ടൂൾ എന്ന് പറഞ്ഞാൽ എയർ കംപ്രസറിന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ കംപ്രസ്ഡ് എയറിന്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് എയർ ഇമ്പാക്ട് റഞ്ച് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ടൂള്.